എൻ്റെ പേര് അമ്മു ലിബിൻ. ഞാൻ അടൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2021 ഡിസംബറിലാണ് എടുക്കുന്നത്. എൻ്റെ ആദ്യ നിയോഗം എന്ന് പറയുന്നത് എൻ്റെ OET എക്സാം ആയിരുന്നു. ഞാൻ 3 തവണ എക്സാം എഴുതി ഞാൻ ഫെയിലായ ശേഷമാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. 4ാമത് എക്സാം എഴുതുന്നതിന് മുമ്പ് ഉടമ്പടി എടുത്തു. അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു പോയി. പക്ഷേ കാരുണ്യപ്രവൃത്തികൾ ചെയ്തോയെന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ട് എനിക്ക് ചെയ്യാൻ സാധിച്ചില്ല. ഞങ്ങൾക്ക് ചിക്കൻ ബോക്സ് ഒക്കെ വന്ന് ഞങ്ങൾ ഇരിക്കുന്ന അവസ്ഥയായിരുന്നു. പക്ഷെ ഞാൻ എക്സാം എഴുതി റിസൾട്ട് വന്നു. എനിക്ക് എക്സാം ഭയങ്കര എളുപ്പമായിരുന്നു. ഞാൻ ഹാപ്പി ആയിട്ടാണ് ഇറങ്ങി വന്നത്. പക്ഷേ എന്തുകൊണ്ട് എനിക്ക് റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഫെയിലായിപ്പോയി. ആ സമയത്ത് എനിക്ക് ഭയങ്കര നിരാശയായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നത് ഒരു ചൊവ്വാഴ്ചയായിരുന്നു. അന്ന് ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പറയുകയുണ്ടായി, റിസൾട്ട് വന്ന് വിഷമിക്കുന്ന മക്കളെ കാണുന്നുണ്ട്, അവർ നിരാശപ്പെടേണ്ട, അവരിവിടെ വന്ന് സാക്ഷ്യം പറയുമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അച്ഛൻ എനിക്ക് തന്ന ഒരു മെസ്സേജായിട്ടാണ് ഞാനന്ന് അതിനെ കണ്ടത്. അതിനുശേഷം ഞാൻ വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു, പുതുക്കി പോയി. അതിനുശേഷം ഞാൻ എന്നെ തന്നെ കൂടുതൽ വിശദീകരിച്ചു, കാരുണ്യപ്രവൃത്തികൾ കൂടുതൽ ചെയ്തു, അനാഥാലയങ്ങളിൽ സന്ദർശിച്ചു. അതേപോലെ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയും പത്രം കൊടുക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ സമയത്ത് ഒരു ചേച്ചീനെ ഞാൻ അവിടെ വെച്ച് പരിചയപ്പെട്ടു. സുശീല എന്നാണ് പേര്. ആ ചേച്ചിയുടെ കാല് ഷുഗർ വന്ന് വൂണ്ട് പഴുത്ത് മുറിച്ച് കളയണമെന്ന് പറഞ്ഞൊരവസ്ഥയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആ ചേച്ചിക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഇപ്പം ആ ചേച്ചിക്കും പൂർണ്ണ സൗഖ്യം കിട്ടി. അങ്ങനെ ഞാൻ ഒരുങ്ങി. പിന്നെ പലതവണ ഞാൻ കുമ്പസാരിച്ചു. എക്സാം എഴുതുന്നതിന് മുമ്പും എക്സാം എഴുതി കഴിഞ്ഞും പലതവണ ഞാൻ കുമ്പസാരിച്ച് വിശദീകരിച്ചു. എക്സാം എഴുതി. അങ്ങനെ എൻ്റെ റിസൾട്ട് വന്നു. ഞാൻ പാസ്സായി. 5ാമത്തെ തവണ ഞാൻ OET ക്ലിയറായി. അപ്പം ഞാൻ ആ സമയത്ത് മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു മാതാവ് തന്നെ തരുന്ന അനുഗ്രഹമാണെന്ന് എനിക്കൊരു തെളിവ് തരണം, മാതാവ് തരണമെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഞങ്ങൾ രണ്ടുപേരും, ഞാനും എൻ്റെ ഹസ്ബൻഡും പ്രൊഫഷണലി നേഴ്സുമാരാണ്. പക്ഷേ ഹസ്ബൻഡ് ഇപ്പോൾ ഒരു ബിസിനസ് നടത്തി വരികയാണ്. അപ്പം ഞങ്ങളുടെ ഷോപ്പിൽ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയ കൃപാസന മാതാവിൻ്റെ ഒരു രൂപം ഞാൻ ഞങ്ങളുടെ ഷോപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ റിസൾട്ട് വരുന്നതിൻ്റെ ഒരു തലേദിവസം എനിക്ക് മെയിൽ വന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ റിസൾട്ട് വരാൻ 1 വീക്കും കൂടി എടുക്കും, നിങ്ങളുടെ റിസൾട്ട് വിത്ത് ഹോൾഡ് ആണെന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് പിറ്റേ ദിവസം മാതാവിൻ്റെ ഫോട്ടോയിൽ നോക്കി ജസ്റ്റ് ഇങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവ് ഇനിയും ഒരു 1 വീക്ക് കൂടി അവൾ ടെൻഷൻ അടിക്കണമല്ലോ, എന്താണ് ഞങ്ങൾ റിസൾട്ട് വരാത്തത്, ഇനിയും ഞങ്ങൾക്ക് പരീക്ഷണമാണോ എന്നുള്ള രീതിയിൽ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ മാതാവിൻ്റെ മുഖത്ത് നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ മനസ്സിൽ വരികയാണ്, അവളുടെ റിസൾട്ട് വന്നു, അവളുടെ മെയിൽ വന്ന് കിടക്കുകയാണ്, ചെക്ക് ചെയ്യാൻ അവളോട് പറയൂ എന്നുള്ള രീതിയിൽ. അപ്പോൾ പെട്ടെന്ന് ഹസ്ബൻഡ് വിചാരിച്ചു, ഇല്ല ഇത് ജസ്റ്റ് നമ്മുടെ ഒരു ഇതുകൊണ്ട് തോന്നുന്നതായിരിക്കുമെന്ന് കരുതി വീണ്ടും മാതാവിൻ്റെ നേരെ നോക്കിയപ്പോൾ അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ 3 വട്ടം എൻ്റെ ഹസ്ബൻഡിന് അത് ഫീൽ ചെയ്തു. ഉടനെ പുള്ളി എനിക്ക് മെസ്സേജ് ചെയ്തു, നിൻ്റെ റിസൾട്ട് വന്ന് കിടക്കുകയാണ്, നീ മെയിൽ ചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ പള്ളിയിലായിരുന്നു, ഞങ്ങളുടെ അടുത്തുള്ള പള്ളിയിലായിരുന്നു. പള്ളി കഴിഞ്ഞ് വന്ന ശേഷം ഞാൻ ഈ മെസ്സേജ് കണ്ടു ഞാൻ ഉടനെ ഹസ്ബൻഡിനെ വിളിച്ചു, ഇന്നലെ അല്ലേ മെയിൽ വന്നത്, ഒരു 1 വീക്കും കൂടി എടുക്കും, ഫൈനൽ അസസ്മെൻറ്റ് കഴിഞ്ഞിട്ടില്ലെന്നാണ് എനിക്ക് മെയിൽ വന്നത്, എങ്ങനെ എൻ്റെ റിസൾട്ട് വരും? അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഇല്ല നീ ആദ്യം റിസൾട്ട് നോക്ക് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ മെയിൽ ചെക്ക് ചെയ്തപ്പം കറക്റ്റാണ്. കറക്റ്റ് ഉച്ചയ്ക്ക് 12:30 എനിക്ക് മെയിൽ വന്ന് കിടപ്പുണ്ട്. ഞാൻ 1 മണി കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഈ ഹസ്ബൻഡിൻ്റെ മെസ്സേജ് കാണുന്നത്. അപ്പം ഹസ്ബൻഡ് പറയുന്നുണ്ട്, നീ ടെൻഷൻ ആവേണ്ട, റിസൾട്ട് നോക്ക്, നീ പാസ്സാണ്. ഞാൻ നോക്കി, ഞാൻ പാസ്സായി, എൻ്റെ OET ക്ലിയറായി. ഇപ്പം അയർലൻഡ് പ്രോസസ്സിങ് എൻ്റെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷമാണ് ഞാൻ ഹസ്ബൻഡിനോട് ചോദിക്കുന്നത് എന്താണ് സംഭവം, കാരണം എൻ്റെ മെയിൽ ID യും പാസ്വേഡും OETയുടെ എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ, എൻ്റെ ഹസ്ബൻഡിന് യാതൊരു ഐഡിയ ഇല്ല, എൻ്റെ മെയിൽ ID യോ പാസ്വേഡോ ഹസ്ബൻഡിന് അറിയില്ല. അപ്പം മാതാവ് തന്ന ഒരു തെളിവായിട്ട് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ OET 5ാമത് ഞാൻ എഴുതാൻ പോകുന്ന സമയത്ത് സാമ്പത്തികമായിട്ടും ഒക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം എല്ലാവർക്കും അറിയാം, ഒരു വട്ടം OET എക്സാം എഴുതുന്നതിന് ഭയങ്കര ഫീസാണ്. അപ്പോൾ അത്രയും പൈസ സംഘടിപ്പിക്കാനും വീണ്ടും ഒരു ക്ലാസ്സിന് പോകാനുമുള്ള ഒരു സാമ്പത്തിക ആ സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് യാദൃച്ഛികമായി എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടുകയും, ഞാൻ ഇന്നേ വരെയും അവളെ കണ്ടിട്ടില്ല, നീനു എന്നാണ് അവളുടെ പേര്, എനിക്കൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും കിട്ടിയ ഒരു നമ്പറാണ്. അങ്ങനെ ഞാനും തമ്മിൽ കോണ്ടാക്റ്റ് ചെയ്യുകയും അവളും ഇതേപോലെ OET എഴുതി ഫെയിലായി നിൽക്കുന്ന സമയമായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും പഠിക്കുകയും ചെയ്തു. പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. ഇന്ന് ബൈബിൾ വായിച്ചോ, അല്ലെങ്കിൽ എന്തൊക്കെ കാരുണ്യപ്രവൃത്തികൾ ചെയ്തു, ഇന്ന് കുർബാന കൂടിയോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ കൂടുതൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഞാൻ പഠിച്ച് എൻ്റെ OET ക്ലിയർ ആയത്. പിന്നെ എൻ്റെ 2ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഹസ്ബൻഡ് ഒരു ബിസിനസ് ഷോപ്പ് നടത്തി വരികയാണ്. അപ്പം പ്രൊഫഷണലി ഞങ്ങൾ നേഴ്സുമാരായതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തോട്ട് പോകണമെന്നായിരുന്നു ആഗ്രഹം. അപ്പം ഞങ്ങളുടെ ഷോപ്പ് സെയിൽ ചെയ്യണം, പോകുന്നതിന് മുമ്പ് സെയിൽ ചെയ്യണം എന്നുള്ളൊരു നിയോഗവും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ റിസൾട്ട് വന്ന ഉടനെ തന്നെ ഞങ്ങൾക്ക് ആരോടും അന്വേഷിക്കേണ്ട വന്നില്ല.
എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സ് തന്നെ ഇങ്ങോട്ട് വന്ന് ഞങ്ങളുടെ ഷോപ്പ് അവർ ഞങ്ങളുടെ ആ ഒരു പറഞ്ഞ എമൗണ്ടിന് തന്നെ അവരെടുക്കാൻ തയ്യാറാവുകയായിരുന്നു. അപ്പോൾ ഇന്ന് ഇവിടെ നിന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ വിളിച്ചു പറഞ്ഞു പേയ്മെൻ്റ് എല്ലാം സെറ്റിലായി, ഇനി ജസ്റ്റ് അതിൻ്റെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ 2 കാര്യങ്ങളും എനിക്ക് മെയിനായിട്ട് സാധിച്ചു കിട്ടി. പിന്നെ അതോടെ തന്നെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഒരു PF എനിക്കൊരു 8 വർഷത്തോളമായി എനിക്കൊരു PF കിട്ടാനുണ്ടായിരുന്നു. ഞാൻ ബാംഗ്ലൂർ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത സമയത്തായിരുന്നു. പല കാരണങ്ങളാൽ അത് നടക്കാതെ പോവുകയായിരുന്നു. ഒരു സമയത്ത് എൻ്റെ അക്കൗണ്ട് നമ്പറിൻ്റെ ഒരു പ്രോബ്ലം വന്നു, പിന്നെ എൻ്റെ UAN നമ്പർ മിസ്സായിപ്പോയി. അങ്ങനെ പല തടസ്സങ്ങൾ വന്ന് ആ പൈസ പോയി എന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ വളരെ അതിശയമായിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സഹായത്തോടെ കഴിഞ്ഞ മാസം എനിക്ക് ആ എമൗണ്ട് എനിക്ക് കിട്ടി. പിന്നെ 4മതായിട്ട് പറയാനായിട്ടുള്ളത്, എൻ്റെ കുഞ്ഞ് അവൻ LKG പഠിക്കുന്ന സമയത്ത് അവന് സ്കൂളിൽ ചേർത്തപ്പോൾ അവൻ എഴുതത്തില്ല, ബാക്കി എല്ലാ പിള്ളേരും എഴുതും. അപ്പം ടീച്ചേഴ്സ് എന്നോട് കംപ്ലയിൻറ്റ് പറയാൻ തുടങ്ങി, പിള്ളേർ പഠിക്കാൻ ഇച്ചിരി സ്ലോ ആയാലും കുഴപ്പമില്ല, പക്ഷേ അവർ എഴുതിയില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് ആകെ നിരാശയായി. ഇവനറിയാം പക്ഷേ എന്തുകൊണ്ട് ഇവന് എഴുതുന്നില്ല. അപ്പം ഞാൻ കൊറോണയുടെ സമയമൊക്കെ ആയതുകൊണ്ട് പ്ലേ സ്കൂളിലൊന്നും പോകാത്തതുകൊണ്ട് വീട്ടിൽ ട്യൂഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു, ഞാനും എഴുതിക്കുന്നുണ്ടായിരുന്നു. കൈ പിടിച്ചാൽ മാത്രമേ അവൻ എഴുതുള്ളൂ, അല്ലെങ്കിൽ അവൻ എഴുതത്തില്ല, അവനിങ്ങനെ നിൽക്കും. ലാസ്റ്റ് എനിക്കും സങ്കടമായി അവനും സങ്കടമായി, ഞങ്ങൾ രണ്ടുപേരും നിന്ന് കരയുന്ന ഒരവസ്ഥയാണ്. അങ്ങനെ ഞാൻ മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു, ഞാനും എൻ്റെ കുഞ്ഞും മുട്ടുകുത്തി. അവൻ്റെ കയ്യിൽ ഉടമ്പടി തൈലം പരട്ടി വിരലുകളിൽ 3 ദിവസം ഞാൻ പ്രാർത്ഥിച്ചു, സാക്ഷ്യം പറയാമെന്ന് നേർന്നു. 3-മത്തെ ദിവസം തൊട്ട് എൻ്റെ കുഞ്ഞ് നന്നായിട്ട് എഴുതാൻ തുടങ്ങി. ഇപ്പം അവൻ നന്നായിട്ട് എഴുതും, യാതൊരു തടസ്സങ്ങളുമില്ല. ഇത്രയും അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ 1000 നന്ദി പറയുന്നു. ഈ നമ്മുടെയൊരു വിശ്വാസ ജീവിതം ഉണ്ടല്ലോ, ഇപ്പോൾ പേഴ്സണലായിട്ടുള്ളൊരു ദൈവവിശ്വാസ ജീവിതത്തിലല്ലേ, കൂദാശ ജീവിതത്തിലൊക്കെ ഈ പ്രാർത്ഥന എങ്ങനെയാണ് സഹായിച്ചതെന്നും കൂടി 2 വാക്കുകളിൽ പറയണം കേട്ടോ, ഒരു പേഴ്സണൽ ഫെയ്ത്ത് ലെവലിൽ. ഞാൻ ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുമ്പസാരം ആദ്യമൊന്നും എങ്ങനെയാണ് കുമ്പസാരിക്കേണ്ടത് പോലും അത്ര ഒരു ബോധ്യം എനിക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പലതവണ എക്സാം എഴുതിയിട്ടും എക്സാമിൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് എക്സാം കഴിഞ്ഞിട്ടും പലതവണ ഞാൻ കുമ്പസാരിച്ച് എന്നെ തന്നെ വിശുദ്ധീകരിച്ചു. കാരുണ്യ പ്രവൃത്തികൾ നന്നായി ചെയ്തു, രോഗികളെ പോയി കണ്ടു, അവർക്ക് കൃപാസനത്തെക്കുറിച്ചും എല്ലാം കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. പിന്നെ ഈ നമ്മുടെ പ്രതിശീലന പ്രാർത്ഥന, വിശ്വാസ പ്രമാണം, അതൊന്നും ഹിന്ദുക്കൾക്കൊന്നും അറിയത്തില്ല. അപ്പോൾ അത് അറിയില്ലാത്തവർക്ക് അതിൻ്റെ കോപ്പി എടുത്ത് പിറ്റേ ദിവസം ഞാൻ വീണ്ടും ഹോസ്പിറ്റലിൽ പോയി അവരെ കണ്ട് അറിയില്ലാത്തവർക്കെല്ലാം ഞാൻ കോപ്പി എടുത്ത് കൊടുത്തു. പിന്നെ അനാഥാലയങ്ങളിൽ സന്ദർശിച്ചു. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത്, എൻ്റെ സ്വന്തം വീട് തൊടുപുഴയാണ്, അവിടെ അപ്പോൾ കുഞ്ഞുങ്ങളുടെയൊക്കെ അനാഥാലയമുണ്ട്. അവിടെയൊക്കെ പോയി അവരെ കുഞ്ഞുങ്ങളെയൊക്കെ സന്ദർശിക്കുകയും എനിക്ക് എന്നാൽ കഴിയുന്ന വിധത്തിൽ സഹായങ്ങളൊക്കെ ചെയ്യുകയും ഒക്കെ ഞാൻ ചെയ്തിരുന്നു. അതുകൂടാതെ ഞാൻ ഈ ചോറ് ഉണ്ടാക്കി 3-4-5 പേർക്കൊക്കെയുള്ള പൊതി അങ്ങനെയൊക്കെ കൊടുക്കുമായിരുന്നു. അങ്ങനെയുള്ള കാരുണ്യപ്രവൃത്തികളാണ് ഞാൻ കൂടുതൽ ചെയ്തത്. പിന്നെ കൂടുതൽ പ്രാർത്ഥിച്ചു, മാക്സിമം പള്ളിയിൽ പോകാൻ ശ്രമിച്ചു. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ കൂടുതൽ ചെയ്തത്.